ഇന്ന് നാം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം? ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, FM തുടങ്ങിയ നമ്മൾ മുമ്പേ കണ്ട് ശീലിച്ചിട്ടുള്ള മാധ്യമങ്ങളാണ്. ഇത്തരം മാധ്യമങ്ങളുടെ പ്രത്യേകത ഒരു വൈഡ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസിലേക്കും ഇല്ലാത്തവരിലേക്കും ആഡ് ഒരുപോലെ എത്തുന്നു. ഉദാഹരണത്തിന്, ഒരു ബേബി കെയർ പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് മാത്രം ആ ഒരു ആഡ് ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ എളുപ്പം. അതേസമയം സെയിം ആഡ് ഒരു 45+ ഏജ് ഗ്രൂപ്പിലേക്കും ഒരു ബിലോ 20 ഏജ് ഗ്രൂപ്പിലേക്കും എത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടുന്നില്ല. അതേസമയം ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ ആഡ് കാണിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിക്കഴിഞ്ഞാലും ഗൂഗിൾ ആഡ്സ് ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ നിരവധി ഡിജിറ്റൽ മീഡിയാസ് ഉണ്ട്. ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ഇത്തരം മാധ്യമങ്ങളുടെ പ്രത്യേകത ഒരു ഏജ് ഗ്രൂപ്പിലേക്കോ അല്ല ഒരു ഇൻഡസ്ട്രിയിലേക്കോ ഒരു കമ്മ്യൂണിറ്റിയിലേക്കോ ഫോക്കസ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ് കാണിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലവ് കുറച്ചുകൊണ്ട് ഒരു ബിസിനസ് സാധ്യത വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുവാൻ സാധ്യതയുള്ള ഒരു ഓഡിയൻസിലേക്ക് അഡ്വർടൈസ്മെന്റ് എത്തിക്കാനും സാധിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ജില്ലയിൽ മാത്രമാണ് പ്രോഡക്റ്റ് സെയിൽസോ സർവീസോ ഉള്ളത് എങ്കിൽ ആ ജില്ലയിൽ മാത്രം അഡ്വർടൈസ്മെന്റ് ചെയ്താൽ മതിയാകും. അതേസമയം നിങ്ങളൊരു ചാനലിലോ അല്ലെങ്കിൽ FM-ലോ ഒക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അത് ഒരു നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ലൊക്കേഷനിലുപരിയായി ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല. നിങ്ങളുടെ ടാർഗറ്റ് ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ്, ഏത് ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്, ആ ലൊക്കേഷനിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ളവരിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഇനി ട്രഡീഷണൽ മാർക്കറ്റിംഗിനേക്കാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം.